വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണല്ലേ നമ്മൾ ഇന്നലെ കേട്ടത്. 4 ദിവസം മുമ്പ് ചിക്ക്മാംഗ്ലൂരുവിൽ വെച്ച് കാണാതായ മലയാളി പെൺകുട്ടിയായ ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ നിന്നും കണ്ടെത്തി എന്നുള്ളതായിരുന്നു ആ വാർത്ത. 15 വയസ്സുള്ള ശ്രീനന്ദ ഫാമിലിയോടൊപ്പം ടൂർ പോയതായിരുന്നു. കഴിഞ്ഞ 4-ാം തീയതി പാലക്കാട് ഒറ്റപ്പാലം കടമ്പുഴി പുറത്ത് നിന്ന് 41 പേരടങ്ങുന്ന ഒരു ടൂർ സംഘം നേരെ ഹംപിയിലേക്ക് ചെല്ലുന്നു. 7-ാം തീയതി ഇവർ ചിക്ക്മാംഗ്ലൂരുവിൽ എത്തുന്നു. ചിക്ക്മാംഗ്ലൂരിലെ ബാബ ബുദ്ധഗിരി ടൂറിസ്റ്റ് പ്ലേസിലുള്ള മാണിക്യധാര ഫോറസ്റ്റിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് വൈകിട്ട് 5:30 18 വയസ്സുള്ള ശ്രീനന്ദയെ കാണാതാകുന്നു. വീട്ടുകാർ പെട്ടെന്ന് തന്നെ പോലീസിൽ പരാതി കൊടുത്തു. 4 ദിവസത്തോളം പോലീസ് അന്വേഷണവും നടത്തി. ഡോഗ് സ്ക്വാഡും ഡ്രോണും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള അന്വേഷണമായിരുന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം മാത്രമാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ ഈ മരണത്തിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്ന ഉറച്ച നിലപാടിലായിരുന്നു ശ്രീനന്ദയുടെ കുടുംബം. ഏപ്രിൽ 7-ന് വൈകിട്ട് 5:20 ശ്രീനന്ദയെ കൂടെയുള്ളവർ അവസാനമായി കണ്ടത്. വെറും 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ ആ പെൺകുട്ടി അപ്രത്യക്ഷയായി. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ കുട്ടിക്ക് തനിച്ച് അത്രയും ദൂരമുള്ള കൊക്കയുടെ അരികിലേക്ക് എത്താൻ പറ്റുമെന്ന ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആരെങ്കിലും കുട്ടി അപായപ്പെടുത്തിയതാകാം എന്നുള്ള സംശയം ആദ്യം മുതൽ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ആരെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ നൽകി ബോധരഹിതയാക്കി കൊണ്ടുപോയതാകാം എന്നാണ് കുടുംബം സംശയിച്ചിരുന്നത്. കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കൂടെ ഉണ്ടായിരുന്നവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. 1500 അടി താഴ്ചയിൽ നിന്നും ഇന്നലെ മൃതദേഹം കണ്ടെത്തുമ്പോൾ അതിന് 4 ദിവസത്തെ പഴക്കം ഉണ്ടായിരുന്നില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അതായത് ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതിനു ശേഷം ആരോ കൊക്കയുടെ അടിവശത്ത് കൊണ്ടുപോയി വന്നിട്ടതാണ് എന്നുള്ളതാണ് കുടുംബക്കാർ പറയുന്നത്. എന്നാൽ ഇന്നലെ പുറത്തു വന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ മരണത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ അതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. മരണത്തിൽ ദുരൂഹത ഇല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. ശ്രീനന്ദയുടെ വസ്ത്രങ്ങളെല്ലാം കീറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വീഴ്ചയിൽ സംഭവിച്ചതാവാനാണ് സാധ്യത എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ഥിരീകരണം നടത്താൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു ഇതുവരെയുള്ള നിലപാട്. ശ്രീനന്ദ മരണപ്പെട്ട സമയമാണ് ഏറ്റവും പ്രധാനം. 5:20 ശ്രീനന്ദയെ അവസാനമായി കണ്ടത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ടൈം ഓഫ് ഡെത്ത് എത്രയാണ് എന്നതിനനുസരിച്ച് ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവിടെ കൊണ്ടുവന്നിട്ടതാണോ അതോ കൊക്കയിൽ വീണ് മരിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെട്ടിരുന്നത്. ശ്രീനന്ദയുടെ കുടുംബം പങ്കുവെക്കുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇത്രയും സമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ശ്രീനന്ദയുടെ കുടുംബത്തിന്റെ ഇതുവരെയുള്ള ആരോപണങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ ആരോപണങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നും നമുക്ക് നോക്കാം. പോലീസ് നേരത്തെ പരിശോധിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് പിന്നീട് മൃതദേഹം കണ്ടെത്തിയത് എന്ന് ശ്രീനന്ദയുടെ കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 4 ദിവസത്തോളം ഇവർ അവിടെ തന്നെ തിരഞ്ഞിട്ടുണ്ട്. അവിടെ ഇനി തിരയാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആദ്യത്തെ സ്ഥലത്ത് തന്നെ തിരച്ചിൽ നടത്തിയ ഒരു സ്ഥലത്ത് നിന്നുമാണ് 4 ദിവസം കഴിഞ്ഞ് ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവല്ലോ, എന്തുകൊണ്ട് ആദ്യം തെരഞ്ഞ സമയത്ത് അവിടെ നിന്നും മൃതദേഹം കിട്ടാതിരുന്നതെന്ന് ആർക്കാരും സംശയം തോന്നും. ശ്രീനന്ദയെ ആരും അപായപ്പെടുത്തിയതിനു ശേഷം അവിടെ കൊണ്ടിട്ടതാണ് എന്ന് കുടുംബം ആരോപിച്ചതിന്റെ ഒരു കാരണം അതാണ്. എന്നാൽ ശ്രീനന്ദ കൊക്കയിൽ വീണ സമയത്ത് ഏതെങ്കിലും വേരുകൾക്കിടയിലോ അല്ലെങ്കിൽ കുറ്റിച്ചെടികൾക്കിടയിലോ കുടുങ്ങി കിടന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാകാം ആദ്യം തെരഞ്ഞ സമയത്ത് കാണാൻ കഴിയാതിരുന്നത് എന്നും പിന്നീട് ചിലപ്പോൾ മൃതദേഹം കണ്ടു കിട്ടിയ സ്ഥലത്തേക്ക് ഉരുണ്ടുപോയി വീണതാവാം എന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള പോലീസിന്റെ നിഗമനം. ശ്രീനന്ദയുടെ കുടുംബം പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയപ്പോൾ നായ്ക്കൾ ഓടിപ്പോയത് അടുത്തുള്ള കടയിലേക്കാണ്. എന്നാൽ ആ കടകളെ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന് കുടുംബം കുറ്റപ്പെടുത്തിയിരുന്നു. എന്തായാലും കുടുംബത്തിന്റെ ഈ ആരോപണങ്ങൾക്കെല്ലാം ഇടയിലും കർണാടക പോലീസ് ആദ്യമേ പറഞ്ഞിരുന്നത് ശ്രീനന്ദ അബദ്ധത്തിൽ കൊക്കയിലേക്ക് വീണാതാവാനാണ് സാധ്യത എന്ന് തന്നെയായിരുന്നു. എന്തായാലും കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സാധ്യതകളും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ ആ അന്വേഷണങ്ങൾക്കെല്ലാം അവസാനം വന്നിരിക്കുകയാണ്. എന്തായാലും ശ്രീനന്ദയെ കാണാനാവുന്നതിന് കുറച്ചു മുമ്പ് ശ്രീനന്ദയും ഫ്രണ്ടും കൂടി എടുത്തൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് നമുക്ക് കണ്ടോക്കാം. ഹലോ, അവിടെ ഇരിക്കാൻ നോക്കിയതാ. അവിടെ ഇരിക്കാൻ നോക്കിയതാ. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇടയ്ക്ക് പോകും. നമ്മൾ മോളിക്കാണ്. ഹലോ, എന്തായാലേ നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുക്കുന്നത് അതൊരു ഓർമ്മയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ശ്രീനന്ദയുടെ അവസാന നിമിഷങ്ങളാണ് ആ മൊബൈൽ ഫോണിൽ കൂടി റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കൂടെയുള്ള കൂട്ടുകാർ മനസ്സിൽ പോലും വിചാരിച്ചു കാണില്ല. ജീവിതം എന്തൊരു അൺപ്രഡിക്റ്റബിൾ ആണെന്ന് നോക്കിക്കേ. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഒരു നിമിഷത്തിനപ്പുറം, ഈ ഒരു സെക്കൻഡിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ മൃതദേഹം കിട്ടുന്നത് വരെ ശ്രീനന്ദയുടെ കുടുംബത്തിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. മകളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കുമെന്ന് തന്നെയായിരുന്നു ശ്രീനന്ദയുടെ അമ്മ വിചാരിച്ചു വെച്ചിരുന്നത്. ഒരു വീഡിയോ കണ്ടോക്കാം. അവള് അവിടെ നിന്ന് വീണിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അവളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
ആരെങ്കിലും ഡ്രഗ് കൊടുത്ത് മയക്കി കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ കുട്ടീനെ ഒന്ന് കണ്ടെത്തി തരണം. 2-3 ദിവസമായി ഇവിടെ ചിക്ക്മാംഗ്ലൂർ ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അവള് ഒറ്റയ്ക്ക് മോളിക്ക് വന്നപ്പോ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കിഡ്നാപ്പ് തന്നെയാണ്. എങ്ങനെയെങ്കിലും എന്റെ കുട്ടിയെ രക്ഷിക്കണം. കിഡ്നാപ്പ് തന്നെയാണെന്ന് അമ്മ ആവർത്തിച്ച് പറയുന്നുണ്ട് അല്ലെ. ഇന്നലെ വൈകിട്ട് വരെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത്. മോചന ദ്രവ്യമായി പണം ആവശ്യപ്പെട്ടുകൊണ്ട് മകളെ തട്ടിക്കൊണ്ടുപോയവർ വിളിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു ഫോൺ കോളിന് വേണ്ടിയായിരുന്നു അവർ ഇന്നലെ വരെ കാത്തിരുന്നത്. എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ കൊക്കയിൽ നിന്നും ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടിയത്. എന്നാലും മകൾ കൊക്കയിൽ വീണ് മരിച്ചതാണെന്ന് വിശ്വസിക്കാൻ അച്ഛനും അമ്മയും തയ്യാറായിരുന്നില്ല. ഇവര് പറയുന്ന പോലെ ആരെങ്കിലും ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അപായപ്പെടുത്തി അവിടെ കൊണ്ടിട്ടതാവാനുള്ള സാധ്യതയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ നമുക്ക് തള്ളിക്കളയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ടല്ലോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ മാണിക്യധാര വാട്ടർഫോൾസും വ്യൂ പോയിന്റും ഒക്കെ. ശ്രീനന്ദയുടെ ഒപ്പം തന്നെ 40ഓളം പേരുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്രയും ആളുകൾക്കിടയിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് പോസിബിൾ ആണോ എന്നൊരു ചോദ്യം പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ലോക്കൽസിന് മാത്രം അറിയാവുന്ന വഴികളും സ്ഥലങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റാരുടെയും കണ്ണിൽ പെടാതെ ശ്രീനന്ദയെ കടത്തിക്കൊണ്ടു പോകാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലഹരി മരുന്നോ അല്ലെങ്കിൽ മയക്കാനുള്ള എന്തെങ്കിലും വസ്തു അടങ്ങിയ ഭക്ഷണമോ ശ്രീനന്ദയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. 15 വയസ്സായ ഒരു പെൺകുട്ടി അങ്ങനെ ഏതെങ്കിലും അപരിചിതർ കൊടുക്കുന്ന ഭക്ഷണമോ ലഹരിയോ എന്തോ ആയിക്കോട്ടെ അത് വാങ്ങി കഴിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനുള്ള സാധ്യത കുറവായിരുന്നു. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് വിജനമായ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ആരെങ്കിലും ബലമായി പിടിച്ചു കൊണ്ടുപോയതാവാം എന്നുള്ളതാണ്. ഇങ്ങനെ പലവിധത്തിലുള്ള സംശയങ്ങളും ആരോപണങ്ങളുമാണ് പലരും പ്രകടിപ്പിച്ചിരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ ഈ സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ആയുസുണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. ആ ന്യൂസ് ഒന്ന് കേട്ടോക്കാം. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ മരിച്ച പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീഴ്ച മൂലം ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണം. ശ്രീനന്ദയുടെ മൃതദേഹം രാവിലെ 10-ന് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിൽ എത്തിക്കും. സംസ്കാരം 12 മണിയോടെ തിരുവില്ലോമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ നടക്കും. ചിക്കമംഗളൂരുവിൽ നിന്ന് സാരംഗ് സുരേഷും പാലക്കാട് വീട്ടിൽ നിന്ന് ഗോകുൽ VS നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, മരണകാരണം തലക്കേറ്റ മുറിവാണ്, മറ്റ് അസ്വാഭാവികതകളില്ല എന്നാണല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കുടുംബം മറ്റ് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതൊന്നും ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അല്ലേ? അതെ മോത്തി, ഗുഡ് മോർണിംഗ്. അതേ ഒരു കാര്യം തന്നെയാണ്. കാരണം പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസ് സംഘവും പ്രാഥമിക അന്വേഷണം നടത്തിയ സമയത്ത്, അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടത്തിയ സമയത്തൊക്കെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വരുന്നത്. കുടുംബം ജില്ലാ പോലീസ് മേധാവി അടക്കം ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തിയ സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നത് ഇതുവരെയുള്ള എല്ലാ അന്വേഷണത്തിലും തങ്ങൾ പൂർണ്ണ തൃപ്തരാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അവരും കാത്തിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അക്ഷമരായി കാത്തിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഫോറൻസിക് റിപ്പോർട്ടിനുമാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള നിർണായക വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. തലയിലേറ്റ ക്ഷതം അത് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് സംഭവിച്ചതാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള പല മുറിവുകളും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ്. വസ്ത്രത്തിലുണ്ടായിട്ടുള്ള കീറലുകളടക്കം പല വൃക്ഷങ്ങളിലും അതോടൊപ്പം തന്നെ ചെടികളിലും തട്ടി ഉണ്ടായതാണ് എന്നുള്ള കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വരുന്നു. എന്തായാലും അത് ഒരു സ്വാഭാവിക അല്ലെങ്കിൽ സാധാരണ രീതിയിലുണ്ടായ ഒരു അപകട മരണമാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന വിശദാംശങ്ങൾ തന്നെയാണ് ഒടുവിൽ വരുന്നത്. കുടുംബത്തിന്റെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാ സംശയങ്ങളെയും കാറ്റിൽ പറത്തിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അല്ലെ. വെറും മിനിറ്റുകൾക്കുള്ളിലാണ് ശ്രീനന്ദയെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇവരെല്ലാരും കൂടി ചേർന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ആ ഫോട്ടോയിൽ ശ്രീനന്ദ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത ഫോട്ടോ എടുക്കുമ്പോഴേക്കും ശ്രീനന്ദയെ കാണാതാവുകയായിരുന്നു. കുറച്ചു നേരം ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു കാണും. അങ്ങനെ ഒരു കൗതുകത്തിന് പുറത്ത് കൊക്കയുടെ അടുത്തേക്ക് പോയതാവാം. ആ സമയത്ത് കാല് വൈദ്യുതി താഴെ വീണിട്ടുണ്ടാവും. ശ്രീനന്ദ ആദ്യം നിന്നെടുത്ത് നിന്ന് കുറച്ച് മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മേ ബി കൊക്കയിലേക്ക് വീണ സമയത്ത് പാറയിലോ മറ്റോ ഇടിച്ച് തെറിച്ചു പോയതാകാം. അതുപോലെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ആദ്യം തെരഞ്ഞപ്പോ കണ്ടില്ലെന്ന് പറഞ്ഞല്ലോ. ഒന്നെങ്കിൽ നല്ല രീതിയിൽ തെരഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വീണ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വേരുകൾക്കിടയിലോ ചെടികൾക്കിടയിലോ കുടുങ്ങിക്കിടന്നിട്ടുണ്ടാകാം. പിന്നീടായിരിക്കാം ചിലപ്പോൾ താഴോട്ട് പതിച്ചത്. പിന്നെ മൃതദേഹത്തിന് പഴക്കം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ വീണ ഉടനെ മരണം സംഭവിച്ചില്ലായിരിക്കാം. പിന്നീടായിരിക്കാം മരണം നടന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 2 ദിവസം ആ കുട്ടിയും കൊക്കയിൽ എവിടെയോ മരണത്തോട് മല്ലിട്ട് കിടന്നിട്ടുണ്ടായിരുന്നെങ്കിലോ ആലോചിക്കാൻ തന്നെ വയ്യ അല്ലെ. എന്താ ഇപ്പൊ പറയാന്ന് അറിയൂല. എത്ര സന്തോഷത്തോടെ ആയിരിക്കും ശ്രീനന്ദയും കുടുംബവും ആ യാത്ര പോയിട്ടുണ്ടാവുക. പക്ഷെ അത് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. നമ്മളൊക്കെ യാത്രകൾ പോകുന്നതല്ലേ. അങ്ങനെ പോകുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ
പോലും ചിന്തിക്കാറില്ലല്ലോ. മാക്സിമം ജോളിയാക്കുക എന്നതായിരിക്കുമല്ലോ നമ്മുടെ ലക്ഷ്യം. അതിനിടയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. കുട്ടികൾ വേറെ വൈബായിരിക്കും, കുറച്ചുകൂടെ അഡ്വഞ്ചർ ആയിരിക്കും. പക്ഷെ നമ്മൾ വേണം അവരെ നിയന്ത്രിക്കാൻ, ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീനന്ദയുടെ മാതാപിതാക്കൾക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.